ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെമ്പർ പ്രൊഫൈലിനെക്കുറിച്ച് പഠിക്കും. നമുക്ക് മെമ്പേഴ്സ് ക്ലിക്ക് ചെയ്യാം. ESHGയിലെ എല്ലാ അംഗങ്ങളെയും കാണാം. ഇവിടെ നിങ്ങൾക്ക് ഒരു പച്ച ടിക്ക് കാണാം. ഗ്രീൻ ടിക്ക് എന്നാൽ ഈ അംഗങ്ങളുടെ ആധാർ NRLM-MIS-ൽ പരിശോധിച്ചുറപ്പിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ചില അംഗങ്ങൾ പരസ്പരം എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ അംഗം നിഷ്ക്രിയനാണ്. മറ്റ് എല്ലാ അംഗങ്ങളോടൊപ്പം നിങ്ങൾക്ക് ഗ്രീൻ ടിക്ക് കാണാൻ കഴിയും. ആരുടെ ആധാർ പരിശോധിച്ചു? ഇവിടെ നിങ്ങൾക്ക് ഫിൽട്ടർ ബട്ടൺ കാണാം. നിങ്ങൾ ആക്റ്റീവ് മെമ്പേഴ്സിൽ ഫിൽട്ടർ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ആക്റ്റീവ് മെമ്പേഴ്സും കാണാൻ കഴിയും. നിഷ്ക്രിയ അംഗങ്ങളെ കാണണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് നിഷ്ക്രിയ അംഗങ്ങളെ കാണിച്ചുതരാം. നിങ്ങൾ ഓളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൾ മെമ്പേഴ്സ് എന്നത് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് എല്ലാ അംഗങ്ങളുടെയും പേരുകൾ അക്ഷരമാലാക്രമത്തിൽ കാണാൻ കഴിയും. അംഗത്തിന്റെ കോഡ് ദൃശ്യമാകും. ചേരുന്ന തീയതി ദൃശ്യമാകും. നമുക്ക് 3 ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യാം. ആധാർ പരിശോധിക്കുക. SECCയിലേക്ക് ഇവിടെ ചേർക്കുക. നിഷ്ക്രിയ അംഗമായി അടയാളപ്പെടുത്തുക. ഏതെങ്കിലും അംഗത്തെ നിർജ്ജീവമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ ചെയ്യാം. അംഗങ്ങളുടെ സംഗ്രഹം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ അന്നാരം മാസത്തെ എന്നൊരു എൻട്രി ഉണ്ട്. അതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. നിങ്ങൾ ലോക്കോയ്സിൽ വിലാസം, ബാങ്ക് വിശദാംശങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് വിശദാംശങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാ സംഗ്രഹങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് മെമ്പറിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മൈഗ്രേറ്റ് അംഗമുണ്ട്. NRLM-MIS-ൽ തന്നെ ആധാർ അംഗീകരിച്ചിട്ടുണ്ട്. അതിനാൽ അത് അംഗീകരിച്ചതായി എഴുതിയിരിക്കുന്നു. ഇവിടെ അംഗത്തിന്റെ പേര് അടിസ്ഥാനപ്രകാരമാണ്. ഇതാ ജനന ഡാറ്റ. നിങ്ങൾ ബോക്സിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ മൊബൈൽ നമ്പർ, പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ. നിങ്ങൾ ആരുടെ എൻട്രികളാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കും. അനിത ദേവിയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനാലാണ് ഞാൻ ഫീമെയിൽ തിരഞ്ഞെടുത്തത്. മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യണം. ഇവിടെ നിങ്ങൾ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് തിരഞ്ഞെടുക്കണം. നിങ്ങൾ നൽകുന്ന അംഗത്തിന്റെ മൊബൈൽ നമ്പർ ആരുടേതാണോ അത് അയാളുടെ സ്വന്തമാണോ, അയാളുടെ കുടുംബാംഗങ്ങളിൽ ഒരാളുടേതാണോ അതോ ബുക്ക് കീപ്പറുടേതാണോ എന്ന്. ഇവിടുത്തെ ഡ്രോപ്പ് ഡൗണിൽ ചില ഓപ്ഷനുകളുണ്ട്. വെരിഫൈ ആധാറിൽ ക്ലിക്ക് ചെയ്താൽ ഡാറ്റ സേവ് ചെയ്യപ്പെടും. ദയവായി ബേസിക് ഡീറ്റെയിലിൽ റെസല്യൂഷൻ കോപ്പി അപ്ഡേറ്റ് ചെയ്യുക. ശരി ക്ലിക്ക് ചെയ്താൽ അടുത്ത പേജിലെത്തും. നന്ദി.